ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനും പഠനത്തിനുമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 24 40 മുതൽ 44 വരെ. അന്ന് രണ്ടുപേർ വയലിൽ ഇരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മനുഷ്യപുത്രൻ്റെ വരവിൻ്റെ നാളുകളിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെയാണ് കർത്താവ് ഈ വേദഭാഗത്ത് ശിഷ്യന്മാരോട് പറയുന്നത്. ഒന്നാമത് നമ്മൾ കണ്ടത് നോഹയുടെ കാലം പോലെ എന്നാണ്. നോഹയുടെ കാലയളവിലെ ജലപ്രളയം. അന്ന് നോഹയുടെ പ്രസംഗം കേട്ടവരാരും വിശ്വസിച്ചില്ല. അവർ തിന്നുകയും കുടിക്കുകയും വിവാഹത്തിന് കൊടുത്തും എടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ സാധാരണ ജീവിതം നയിച്ചു പോന്നു. മുന്നറിയിപ്പുകളെ ഗൗരവമായി സ്വീകരിക്കാതിരുന്നതിൻ്റെ തിക്തഫലം അവർ അനുഭവിച്ചു. രണ്ടാമത് പറയുന്നത് വയലിലെ പുരുഷന്മാരും തിരികല്ലിലെ സ്ത്രീകളും. രണ്ടുപേർ വയലിലായിരിക്കും, രണ്ട് സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. പ്രത്യക്ഷത്തിൽ അവർ ഒരേ ജോലിയിൽ മുഴുകിയിരിക്കുന്നെങ്കിലും അവരുടെ ആന്തരിക മനോഭാവം ദൈവത്തിനറിയാം. അവരിൽ ഓരോരുത്തർ ഒരുക്കമുള്ളവരായിരുന്നു. അന്ന് രാത്രി ഒരു കട്ടിലിൽ രണ്ടുപേർ ഉണ്ടായിരിക്കും എന്നാണ് ലൂക്കോസ് 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ രചനയിലാണ് രണ്ടുപേർ വയലിലായിരിക്കും എന്ന് കാണുന്നത്. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. ഈ വാക്കുകളുടെ അർത്ഥം അത്ര തിട്ടമായി നമുക്ക് ലഭിക്കുന്നില്ല. ഈ രണ്ടുപേരോട് രണ്ടു തരത്തിലുള്ള നീതി എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്നൊരു സംശയം ഉദിക്കാം. എന്നാൽ എടുക്കപ്പെട്ട വ്യക്തി ഒരുക്കമുള്ളവളായിരുന്നുവെന്ന് കണക്കാക്കാം. ജാഗരൂകത പാലിക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്. ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇത് തന്നെയാണ് സൂചന. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. ദൈവഹിതം നിറവേറ്റാനുള്ള ഒരുക്കമാണ് യുഗാന്ത്യത്തെയും മനുഷ്യപുത്രൻ്റെ രണ്ടാം വരവിനെയും സ്വാഗതം ചെയ്യാനുള്ള ഒരു റെമഡിയായി ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ലഭിക്കുന്നത്. 3, രാത്രിയിൽ വരുന്ന കള്ളൻ. ജാഗരൂകതയെക്കുറിച്ചുള്ള പ്രബോധനം തുടരുകയാണ് രാത്രിയിൽ വരുന്ന കള്ളൻ്റെ ഉപമയിലൂടെ. ജാഗരൂകതയ്ക്ക് മറ്റൊരു അർത്ഥം കൈവരികയാണ് ഇവിടെ. ഒരുങ്ങിയിരിക്കുക, അതുപോരാ ഉണർന്നിരിക്കുകയും ചെയ്യുക. ഒരുക്കവും ഉണർവും തമ്മിൽ ഒരു ചെറിയ അകലമുണ്ട്, ഒരു കാണാച്ചരടിൻ്റെ ബന്ധവുമുണ്ട്. അതുകൊണ്ട് ഒരുങ്ങിയിരുന്നാൽ മാത്രം പോരാ, ഉണർന്നിരിക്കുകയും ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം കള്ളൻ വരും എന്ന് കരുതി കള്ളനെ നേരിടാൻ ആയുധധാരികളായി നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കുന്നുവെങ്കിലും ഉറങ്ങിപ്പോയാൽ കള്ളൻ വരുന്നത് അറിയില്ല. അതുകൊണ്ട് ഒരുക്കവും ഉണർവും മനുഷ്യപുത്രനെ സ്വീകരിക്കുന്നതിനുള്ള നമ്മുടെ ജാഗ്രതയുടെ 2 വശങ്ങളാണ്. തുടർന്ന് ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ മറ്റ് ചില കാര്യങ്ങളും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാൻ കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞുവെങ്കിൽ ഇന്ന് നമുക്കും ഇത് സംഗതമാണ്. കേട്ട് തഴമ്പിച്ചു പോയതും കണ്ട് ആവർത്തിക്കപ്പെട്ടതുമായ ചില കാര്യങ്ങളെ അവഗണിക്കാനുള്ള പ്രവണത
മനുഷ്യ സഹജമാണ്. എന്നാൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അങ്ങനെ ആകരുത്. നിശ്ചയമായും വരും എന്ന ഉറപ്പോടെ കാത്തിരിക്കുക. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഒരുക്കവും ഉണർവും ഉള്ളവരായിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തന ശൈലികളിൽ, ഞങ്ങളുടെ തീരുമാനങ്ങളിൽ, ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ, ഇടപെടലുകളിൽ എല്ലാം ഒരുക്കത്തിൻ്റെയും ഉണർവിൻ്റെയും ജാഗ്രത കാത്തു സൂക്ഷിപ്പാൻ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം, പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ വഴികളിൽ, ഞങ്ങൾ ഏർപ്പെടുന്ന ജീവിത വ്യവഹാരങ്ങളിൽ കർത്താവിൻ്റെ കൃപയും കരുണയും നൽകണമേ. തിരിച്ചറിവും ബോധ്യവും നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.